ആകാശിക് റീഡിംഗ് എന്താണെന്ന് മലയാളത്തിൽ ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ടേ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഓരോ പ്രവൃത്തികളും എവിടെയോ നോട്ട് ചെയ്യുന്നുണ്ടാരോ. ഏത് റിലീജിയൻ, ഏത് കാസ്റ്റിൽ വിശ്വസിക്കുന്നവരായാലും എല്ലാവരും ഒരേപോലെ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു ജീവൻ, ഒരു മനുഷ്യനായാലും മൃഗമായാലും അതിനൊരു ആത്മാവുണ്ട്, ഒരു സോൾ ഉണ്ട് എന്നുള്ളത്. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതെവിടെയോ എഴുതി വെക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ജീവിതം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഈ ബുക്ക് നോക്കി അതിൽ കർമ്മങ്ങളുടെ ടാലി ആക്കിയതിന് ശേഷമാണ് എങ്ങോട്ടാണ് അടുത്തത് പോകേണ്ടത് എന്നത് ഡിസൈഡ് ചെയ്യുക എന്ന്. അത് ഡിഫറെൻറ്റ് റിലീജിയൻസിൽ ഡിഫറെൻറ്റ് പറയും. ചിലതിൽ ചിത്രഗുപ്തൻ എഴുതുന്ന ആ ഒരു കാർമിക് ബുക്ക് എന്ന് പറയും, ചിലതിൽ ജീവന്റെ പുസ്തകം എന്ന് പറയും. അങ്ങനെ പല പേരിൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും എവിടെയോ എഴുതപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ബുക്ക് എക്സിസ്റ്റിംഗ് ആണ്. ആ ബുക്കിൻ്റെ പേരാണ് ആകാശിക് റെക്കോർഡ് ബുക്ക് എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഇംഗ്ലീഷിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ആരോ ചോദിച്ചു, എന്താ ഇതിന് ഭൂമിക് റെക്കോർഡ്സ് എന്ന് പേരിടാത്തതെന്ന്. കാരണം ഭൂമിയിലല്ലേ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ബുക്ക് ഭൂമിയിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. ഭൂമിയിലാണെങ്കിൽ അതിനൊരു ഫിസിക്കൽ ഫോം ഉണ്ടാവും. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു 3rd ഡയമെൻഷണൽ സ്പേസ് ആണ്. അവിടെ എല്ലാം ഒരു രൂപം ഉണ്ടാവും, ത്രീ ഡയമെൻഷണൽ ഷേപ്പ് ഉണ്ടാവും. പക്ഷേ ആകാശിക് റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 4th and 5th ഡയമെൻഷൻ, അവിടെ എനർജറ്റിക്കലി ആണ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ സ്പേസിലാണ് ആകാശിക് റെക്കോർഡ് ലൈബ്രറിയും ആകാശിക് റെക്കോർഡ് ബുക്സും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് സ്റ്റോറേജ് ആണ്. നമ്മളുടെ ഒരു ആത്മാവ് പല ലൈഫ്സ് എടുത്തിട്ടുണ്ടാവും നേരത്തെ, ഇനി പലതും എടുക്കുമായിരിക്കാം. അങ്ങനെയുള്ള എല്ലാ ലൈഫിലെയും എല്ലാ കർമ്മങ്ങളും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണിത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന പോലെ ഒരു 200 പേജിൻ്റെ അല്ലെങ്കിൽ 500 പേജിൻ്റെ ബുക്ക് അതിലെല്ലാം ഇങ്ങനെ ലൈൻ ബൈ ലൈൻ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയല്ല ആകാശിക് റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്നത്. അതൊരു എനർജറ്റിക് ബുക്കാണ്. നമ്മളൊരു ചോദ്യമായി ആകാശിക് റെക്കോർഡ് ബുക്കിനെ ആക്സസ് ചെയ്യുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, പാസ്റ്റ് ലൈഫിലേത് എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ. അത് ചോദിക്കുന്ന ആളുടെ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് അതിൽ കാണുക. അല്ലാതെ ഒരു ആകാശിക് റെക്കോർഡ് ബുക്ക് എടുത്ത് വെച്ച് എനിക്ക് ഒരാളുടെ ലൈഫ് പണ്ട് തുടങ്ങിയുള്ള ഒരെണ്ണം 1 by 1 ആയിട്ട് വായിക്കുന്നു, അങ്ങനെയല്ല ആകാശിക് റെക്കോർഡ് ബുക്ക് വർക്ക് ചെയ്യുന്നത്. ഈ ബുക്ക് നമ്മൾക്ക് എനർജറ്റിക്കലിയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളുടെ ഒരു മെൻ്റൽ സ്കിൽസ്, ഒരു സൈക്കിക് എബിലിറ്റീസ്, ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർ പഠിച്ചെടുത്ത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആകാശിക് ബുക്ക് ആക്സസ് ചെയ്യാനും അത് വായിക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ആകാശിക് റെക്കോർഡ് ബുക്സ് നമ്മുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചലഞ്ചസ്, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാറ്റേൺ പോലെ എത്ര ചെയ്താലും വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പിലുള്ളതുപോലെ കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല, എല്ലായിടത്തും തടസ്സങ്ങൾ കാണുന്നു. അതുപോലെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങളെ പറ്റിയും അതിനുള്ള ഉത്തരം നമ്മുടെ ആകാശിക് റെക്കോർഡ് ബുക്സിലുണ്ട്. ഒരു ഫോർച്യൂൺ ടെല്ലിംഗ് എന്നതിനേക്കാളും എന്തുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കാത്തത് എന്നതിൻ്റെ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കുക, അതിനെ സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തെളിഞ്ഞു വരുന്ന വഴിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് മെയിനായിട്ട് ആകാശിക് ബുക്ക് ഹെൽപ്പ് ചെയ്യുക. മനസ്സും ആത്മാവും സെയിം ആണ് എല്ലാ ലൈഫിലും. സോ അതിനറിയില്ല അത് പാസ്റ്റ് ലൈഫിലെ പ്രശ്നമാണ്, ഈ ലൈഫിലേതല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ലൈഫിൽ നമ്മൾക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് വരുമ്പോൾ പാസ്റ്റ് ലൈഫിലുള്ള ഇഷ്യൂസും ട്രിഗേർഡ് ആകും. സോ നമ്മൾക്ക് ഈ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾസിൽ കൂടി, സഫറിങ്സിൽ കൂടി, പിന്നെ റെപ്പിറ്റേറ്റീവ് പാറ്റേൺസ്, ഇതെന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത്, അത് മനസ്സിലാവില്ല. അതുപോലെ തടസ്സങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ചലഞ്ചസ്, കരിയർ ചലഞ്ചസ്, ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ പല എന്ത് കാരണമായാലും അതിൻ്റെ എല്ലാം ഉത്തരം ആകാശിക് റെക്കോർഡ് ബുക്സിലുണ്ട്. അതുപോലെ ഇതൊരു ഫോർച്യൂൺ ടെല്ലിംഗ് സിസ്റ്റം അല്ല. അതായത് എനിക്കിപ്പോൾ ജോലി കിട്ടും, ഞാൻ എന്ന് കല്യാണം കഴിക്കും, അങ്ങനത്തെ ഉത്തരങ്ങൾ യൂഷ്വലി നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. അതിന് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നതനുസരിച്ച് മാത്രമേ, അതൊരു ആവറേജ് പോലെ ആയിരിക്കും പറയുക. ചിലർക്ക് ഉത്തരം വരും, ചിലർക്ക് ഉത്തരം വരില്ല. അതെല്ലാം ആ സോൾ ബുക്ക് പറയുന്ന പോലെയാണ്. ആകാശിക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ സോൾ ബുക്ക്. ആ ബുക്കിലുള്ളത് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കാര്യങ്ങളുമാണ്. നിങ്ങളുടെ സോൾ എന്താണോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ആകാശിക് റീഡിങ്ങിൽ നമ്മൾക്ക് കിട്ടുന്നത്. നമ്മളുടെ സോൾ, നമ്മളുടെ ആത്മാവിനെ നമ്മൾ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ എവറി സോൾ ഹാസ് എ പ്ലാൻ. ആ ആത്മാവ് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ലൈഫ് എടുക്കുന്നത്. അത് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിന് ഒരുപാട് വഴികൾ അത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ
ആ ഒരു പാതയിലല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വരും, ചലഞ്ചസ് വരും, ഫ്രസ്ട്രേഷൻ വരും. അതൊക്കെ നമ്മളതിനെ പ്രശ്നങ്ങളായിട്ട് കാണും. പക്ഷേ അറ്റ് ദ സോൾ ലെവൽ ഇതൊക്കെ അലൈൻമെൻറ്റിൻ്റെ പാർട്ടാണ്. നമ്മൾക്ക് ഈ ഒരു ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും വന്നാലേ നമ്മൾ ഈ ജോലി വിട്ട് നമ്മൾ അടുത്തത് എന്താണെന്ന് ട്രൈ ചെയ്യുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് പോകാൻ നോക്കുകയുള്ളൂ. അതുപോലെ പല കാര്യങ്ങളും നമ്മളുടെ സോളിൻ്റെ പ്ലാൻ അനുസരിച്ച് അതിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അതിൽ സഫർ ചെയ്യുന്നതും പെയിൻഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു സോൾ പ്ലാൻ മനസ്സിലാക്കാൻ പറ്റിയാൽ, എന്തിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് ആ സഫറിങ്സ് കുറഞ്ഞിരിക്കും. നമുക്ക് ക്ലാരിറ്റി കിട്ടിയാൽ ആ പാതയിൽ നമ്മളുടെ എഫേർട്സ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വലത്തേക്ക് പോകേണ്ടതിന് വരെ നമ്മൾ ഇടത്തേക്ക് പോയി അവിടെ എഫേർട്സ് ഇട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല. നമ്മൾ തിരിച്ചു വരണം, റീറൂട്ട് ചെയ്ത് തിരിച്ചു വരണം. ആകാശിക് റെക്കോർഡ് ബുക്സിൽ ഇതുപോലെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾക്ക് കിട്ടും. അതുപോലെ എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ്, അത് പാസ്റ്റ് ലൈഫിലാണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നമ്മൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ ചില പ്രശ്നങ്ങൾ അത് പാസ്റ്റ് ലൈഫിലായിരിക്കും അതിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ സത്യം എന്ന് പറയുന്നത് ആ ഒരു പാസ്റ്റ് ലൈഫിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ഈ ലൈഫിൽ ജീവിക്കാൻ. ചില ബന്ധങ്ങളിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ സഫർ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ലൈഫ് ലീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ്. ഇത് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു വൈഡ് സ്കോപ്പാണ് ആകാശിക് റെക്കോർഡ് ബുക്കിനുള്ളത്. അത് എക്സ്പ്ലോർ ചെയ്യുക, ട്രൈ ചെയ്യുക. ഇതാണ് ആകാശിക് റെക്കോർഡ്സിൻ്റെ ഒരു സമ്മറി. ഇതുപോലെ ആകാശിക് റീഡിങ്ങിനെ പറ്റിയോ പാസ്റ്റ് ലൈഫിനെ പറ്റിയോ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് രമ്യ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.